ഇത് നമ്മളൊരു ഇന്റീരിയർ കമ്പനിക്ക് നിർമ്മിച്ച് നൽകുന്നതാണ്. കാരണം ഒരു 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫയാണ്. ഹോളണ്ട് ക്ലോത്ത് എന്നാണ് പറയുക. ഈ ക്ലോത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പലരും ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ക്ലോത്തുകളെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ ഷെയ്ഡ് ഇങ്ങനെ കൈകൊണ്ട് നീക്കുമ്പോൾ അതിങ്ങനെ മാറുന്നുണ്ട് കണ്ടില്ല. പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് പോക്കറ്റഡ് സ്പ്രിങ്ങിലാണ്. വുഡനൊക്കെ ട്രീറ്റഡ് വുഡനാണ് ഇതിന്റെ അടിയിൽ നമ്മൾ കർക്കസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. PVC ലെഗ്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ എടുത്ത് മാറ്റാവുന്ന രീതിയിലാട്ടോ. അതൊരു സിംഗിൾ ആണ് സോഫ. അപ്പോൾ ഇത് 2 സീറ്റാണ്. അപ്പോൾ വീട്ടിലേക്ക് ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇടാൻ പറ്റും. സ്ലാൻഡിങ് ഒക്കെ പെർഫെക്റ്റ് സ്ലാൻഡിങ് ആണ്. ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നൈലോൺ ത്രെഡ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത്. പല പോക്കറ്റഡ് സ്പ്രിങ്ങിൽ ഉണ്ടാക്കുന്ന സോഫകളും വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നിർമ്മിക്കുന്നതുകൊണ്ട് ആദ്യം ഒരു ആക്ഷൻ കിട്ടും, പക്ഷെ പിന്നീട് ആ ഒരു ആക്ഷൻ നശിച്ചു പോകണ്ടാവുക. ഇതൊരു വലിയൊരു ആക്ഷൻ ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാറ്റയുടെ പോക്കറ്റഡ് സ്പ്രിങ് ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫർണിച്ചർ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് റോ മെറ്റീരിയലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പഠിച്ചിട്ട് വേണം. അപ്പോഴാണ് ഡ്യൂറബിലിറ്റി ഉണ്ടാവുള്ളൂ. പലപ്പോഴും TV കാണുന്ന ഏരിയയിൽ ഇടുന്ന സോഫകളൊക്കെ ഇത്തരത്തിൽ ക്വാളിറ്റിയോടെ നിർമ്മിക്കണം, ക്വാളിറ്റിയുള്ള ക്ലോത്തുകൾ ഉപയോഗിക്കണമെന്ന്